തൃശൂരിൽ ഡി അഡിക്ഷൻ സെന്റർ ജീവനക്കാരൻ മയക്കുമരുന്നുമായി പിടിയിൽ. കൊരട്ടി ചെറ്റാരിക്കൽ സ്വദേശി വിവേകാണ് പിടിയിലായത്. ഇയാളിൽ 4.5 ഗ്രാം മെത്താഫെറ്റമിൻ എക്സൈസ് കണ്ടെടുത്തു. കറുകുറ്റിയിലെ സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിൽ ജീവനക്കാരനായ വിവേക് സ്ഥാപന അധികൃതർ അറിയാതെ രോഗികൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയായിരുന്നു. ഇയാൾ മുൻപും ചാലക്കുടി എക്സൈസിലെ മെത്താഫെറ്റമിൻ കേസിലെ പ്രതിയാണ്. അപ്പോൾ മുൻകാല പ്രതികളെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഈ പ്രദേശത്ത് നടത്തിയ പട്രോളിങ്ങിനിടയിലാണ് ഇയാൾ ഒരു 4.5 ഗ്രാം മെത്താഫെറ്റമിനുമായിട്ട് ഇയാൾ പിടിയിലായത്. ഇയാൾ മുൻപ് കൊരട്ടി പോലീസ് സ്റ്റേഷനിലും മറ്റ് അടിപിടി കേസുകളിലും അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കേസുകളിലും പ്രതിയാണ്. നിരന്തരം ഇയാളെ നിരീക്ഷിച്ച് വരുന്നതാണ്. ഇയാളുമായി ബന്ധപ്പെട്ട അങ്കമാലി പ്രദേശത്ത് ഒരുപാട് മയക്കുമരുന്ന് ലോബികളും ആ മയക്കുമരുന്ന് ലോബി ചിറങ്ങര അതുപോലെ തന്നെ നമ്മുടെ കൊരട്ടി കേന്ദ്രീകരിച്ച് വൻതോതിൽ ഈ മെത്താഫെറ്റമിൻ്റെ വിൽപ്പന കുറച്ച് നാളുകളായിട്ട് നടത്തി വരികയാണ്. അപ്പോൾ ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ച് നമുക്ക് വിവരങ്ങളുണ്ട്. തുടർന്നും ഇത്തരം റെയ്ഡുകൾ നടത്തുന്നതായിരിക്കും. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഈ ലഹരിയെല്ലാം നശിപ്പിച്ച ജീവിതവുമായി അത് തിരികെ പിടിക്കാനായി ഏറ്റവും ഒടുവിൽ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയുന്നത്. അവിടെയാണ് ഇമാതിരി ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? അഖില, എക്സൈസ് സംഘം ഏറെ നാളുകൾ നീണ്ട നിരീക്ഷണത്തിലൊടുവിലാണ് ഡൂളി വിവേക് എന്ന് അറിയപ്പെടുന്ന ഈ വിവേകിനെ വരങ്ങാട്ടുകര വീട്ടിൽ ചെറ്റാരിക്കൽ സ്വദേശിയായിട്ടുള്ള കൊരട്ടി സ്വദേശിയായിട്ടുള്ള ഈ 25 വയസ്സുകാരനെ എക്സൈസ് സംഘം പിടികൂടുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് സിയുടെ നേതൃത്വത്തിലാണ് ദിവസങ്ങളായി ഇയാളെ നിരീക്ഷിച്ചു വരുന്നത്. ആലുവ, അങ്കമാലി, ചാലക്കുടി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളിൽ ഉൾപ്പെട്ട ആളാണ് ഇയാൾ എന്നുള്ളതാണ് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത്. ചാലക്കുടിയിലെ സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിൽ ജോലിക്കാരനായിരുന്നു ഇയാൾ. പക്ഷേ ക്രൂരമായ പ്രവർത്തനമാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജീവിതം ലഹരിയാൽ നശിക്കപ്പെട്ട് അവസാനം ഒരു അഭയത്തിനായി എത്തുന്ന, ജീവിതത്തിലേക്ക് തിരിച്ചു മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ, നിസ്സഹായരായി പോയ, ലഹരി ജീവിതം തകർത്തുപോയ ആളുകൾക്ക് വീണ്ടും MDMA അടക്കമുള്ള മാരക ലഹരി മരുന്നുകൾ നൽകി ലഹരിയിലേക്ക് തന്നെ ജീവിതം തിരികെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള അതിക്രൂരമായ ഒരു ക്രിമിനൽ പ്രവർത്തനമാണ് പ്രതിയുടെ നേതൃത്വത്തിൽ നടന്നത്. 3000 രൂപ നിരക്കിൽ MDMA ഡി അഡിക്ഷൻ സെന്ററുകളിലടക്കം വിൽപ്പന നടത്തിയിരുന്ന ആളാണ് ഇയാളെ നേരത്തെ തന്നെ ഈ അടിപിടി കേസുകളിലും ലഹരി കേസുകളിലും പ്രതിയായ ഇയാൾ ജോലി ചെയ്ത് പിന്നീട് അതിൽ നിന്നൊക്കെ മാറി എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഡി അഡിക്ഷൻ സെന്ററിൽ ജോലി നോക്കി വന്നിരുന്നത്. ഇതിനിടയിൽ എക്സൈസിന് സംശയം തോന്നുകയും സമീപ പ്രദേശങ്ങൾ ആലുവ, അങ്കമാലി, ചാലക്കുടി അടക്കമുള്ള പ്രദേശങ്ങളിലെ എക്സൈസ് നിരീക്ഷിച്ചു വന്ന ലഹരി മാഫിയ സംഘങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തതോടുകൂടിയാണ് ഇന്ന് കൊരട്ടിയിൽ വെച്ച് പ്രതിയെ പിടികൂടുന്നത്. പിടികൂടുമ്പോൾ 4.5 ഗ്രാമിലധികം MDMAയും ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് എക്സൈസ് സംഘം. ഇന്ന് രാത്രി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അഖില, തൃശൂരിലാണ് ഡി അഡിക്ഷൻ സെന്റർ ജീവനക്കാരൻ മയക്കുമരുന്നുമായി പിടിയിലായിട്ടുള്ളത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.